യെശയ്യാവ് 28:15 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കും. കന്മഴ വ്യാജശരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും. പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. അത് ആക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും. അത് രാവിലെ തോറും രാവും പകലും ആക്രമിക്കും. അതിൻ്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും. കിടക്ക ഒരുത്തിന് നിവർന്നു കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതുമാകും. യഹോവ തൻ്റെ പ്രവൃത്തിയെ, തൻ്റെ ആശ്ചര്യപ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തൻ്റെ ക്രിയയെ, തൻ്റെ അപൂർവ ക്രിയയെ തന്നെ നടത്തേണ്ടതിനും പെരാസീം മലയിൽ എന്ന പോലെ എഴുന്നേൽക്കുകയും ഗിബെയോൻ താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ ഈ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ. ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പിൻ. വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴുവുപൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പ് അതിൻ്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? അങ്ങനെ അവൻ്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലയോ? അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്നും വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു.